അല്ല ഞാൻ പറയുകയാണ് ഇപ്പൊ ഈ സമയത്തെല്ലാം നമ്മളെല്ലാം കൂടി പറഞ്ഞ ഡയലോഗ് അല്ലേ, എന്താണ് നമുക്ക് ബുദ്ധി നേരത്തെ തോന്നാച്ചത്. എനിക്ക് ആ പടം ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാ. എല്ലാരും ശ്രമിക്കുന്നു, പോകുന്നു. മുന്നിറങ്ങിയ പടവാ. അതെ, അത് ഇപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. അവരെ പോലെ ഇപ്പോഴും എല്ലാവരുടെ അവസ്ഥ, ഇപ്പോഴും എല്ലാവരുടെ സാധാരണക്കാരന്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. സ്വപ്നം കാണുന്നു. വീടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ അത് തന്നെ. നമുക്കൊരു 10-100 പശുക്കളെ ഒരെണ്ണത്തെ തുടങ്ങുന്നു. പല പല ഐഡിയസ് ആണ് അവര് അത് പ്രാവർത്തികമാക്കുന്നത്, നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എത്രയോ ആൾക്കാരുണ്ട് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, ശ്രമിച്ചിരിക്കുന്നവര്. എല്ലാരും ഈ പരാജയത്തിന്റെ വശങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, അവരുടെ ശ്രമം ആരും ഇതുവരെ. പേര് ഇപ്പൊ വിജയ് ചേട്ടൻ പറഞ്ഞ പോലെ തുടങ്ങണം. ഇപ്പൊ കുറെ ഐഡിയാസ്, ഇപ്പൊ എന്നെ സംബന്ധിച്ചാണ് എനിക്ക് കുറെ ഐഡിയാസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്ക് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വെക്കുമ്പോ നമുക്ക് പല ചിന്തകളാ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പുതിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ജോലി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇതില്ല, ഇൻകം. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ. നീ എന്നല്ല, ഒരുമാതിരി 90% മലയാളികൾ എല്ലാവർക്കും അത് തന്നെയാ പ്രശ്നം. ഓരോ മാസം അതുപോലെ ബാധ്യതകൾ. അങ്ങനല്ല, നിനക്ക് ഇതിന്റെ കൂടുതൽ പറ്റുന്ന ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ എത്ര നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം? അതിനെന്നാ വരും? നിന്റെ ജോലിയെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്നാ അതിന്റെ ജോലിയെ ബാധിച്ചിട്ടൊന്നും അല്ലല്ലോ, വേണ്ടെന്ന് വെച്ചിട്ടാ. എത്ര ഇവിടെ വന്നിട്ട് തന്നെ ഒരു 3-4 മാസം മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞ നീ തുടങ്ങ്, ചെയ്യ്, എന്തേലും എടുത്തിട്ട് ചെയ്യാൻ ചെയ്തു. ഞാൻ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വർക്കുണ്ട്, പരിപാടികളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയി ആണ് ഒരു മന്ത് ഓടിച്ചത്. ഞാനായിട്ട് നിർത്തിയതുമല്ല. അല്ല, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫ്ലോയിൽ നമ്മൾ പോകും. പക്ഷെ ആ തുടങ്ങാനുള്ള സ്റ്റാർട്ടിംഗ് പ്ലാണല്ലോ എല്ലാവർക്കും വരുന്ന മെയിൻ പ്രശ്നം അതാണ്, തുടങ്ങാനുള്ള ഒരു ഇത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇവൻ 3 ചാനൽ തുടങ്ങി, 3 ചെയ്തു. പിന്നെയും നമ്മൾ ഒരെണ്ണോടെ ശ്രമിച്ചു നോക്കി, എന്താ പ്രശ്നം നമുക്കറിയത്തില്ല. നമുക്ക് പോകുന്നു വരുന്നു പോകുന്നു, പക്ഷെ അത് വിട്ട് കളയാൻ തോന്നാത്തത് കൊണ്ട് വീണ്ടും. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് കയറിയിട്ടുണ്ട്, പടത്തിന് പോയിട്ടുണ്ട്. രാവിലെ വർക്ക് ഉണ്ടായിരുന്നിട്ട്, റിലീസിന്റെ അന്ന് രാവിലെ വർക്ക് ഉണ്ടായിരുന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് രാത്രി പടത്തിനൊക്കെ പോയിട്ടുണ്ട്. രാത്രിയിലും ഉച്ചയ്ക്ക് ഈവനിങ് ഒക്കെ പോയിട്ടുണ്ട്. എന്താണ് റിവ്യൂ അങ്ങനെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമ്മള് ടൈം ഉണ്ടാക്കി ചെയ്തിട്ടേ കാര്യമുള്ളൂ. പരിപാടികൾ നീ പറഞ്ഞ ശരിയാണ്, നമ്മുടെ പരിപാടികൾ മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു മാസം ഇത്ര സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മണ്ടയ്ക്ക് ബാധ്യതകൾ നിൽക്കുമ്പോൾ അതൊരിക്കലും നമുക്ക് അതൊരിക്കലും വേണ്ടെന്ന് വെക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബാക്കപ്പ് വേണം. ഒരു 6 മാസം വല്ല സാലറി ഇല്ല, ഓക്കെ, ഇത് ഒരു പാരലൽ ഈ സാധനം കയറ്റിക്കൊണ്ട് വരുവാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ 6 മാസം ഓടാനുള്ളത് വേണം. 1 മാസം ഓടാനുള്ളതില്ല. റിസ്ക് എടുക്കുന്നതല്ല, ഈ റിസ്ക് എടുക്കാത്ത എത്ര ഐഡിയകളുണ്ട് കയ്യില്. അത് ശ്രമിക്കാത്ത എന്തുമാത്രം, ജോലി പാരലായിട്ട് പോകുന്ന എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരുടെയും അവസ്ഥ എല്ലാവരുടെയും ഈ പല മെയിൻലി എല്ലാരെയും ഇത് ചെയ്യുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം. അതാണല്ലോ ഇപ്പൊ എല്ലാരെയും ഇതായിട്ട് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ നല്ല എല്ലായിടത്തും ഇതല്ലേ പ്രശ്നം. പ്രശ്നം ആരുടെയും പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ. അതായത് ഈ മിഡ് റേഞ്ചിലുള്ളവര്, സാധാരണക്കാർക്ക്, ആവറേജ് ആൾക്കാർക്ക്, അതായത് കുറച്ച് ലോ ആയിട്ടുള്ളവർക്കും കുഴപ്പമില്ല, ഹൈ ക്ലാസ് ഉള്ളവർക്കും കുഴപ്പമില്ല. ഈ മിഡ് റേഞ്ച് ഉള്ളവർക്ക് എല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതാരും കൊണ്ട് വായി വെച്ച് അല്ലാണ്ട് ആരും ഒന്നും നമുക്ക് വേണ്ടി കൊണ്ടു തരുന്നില്ല. അവർക്ക് ആനുകൂല്യങ്ങൾ, BPL അല്ലേ നീ പറയുന്നത്, അവർക്ക് ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഉണ്ടെന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. രാജാവ് ചില സമയത്ത് അവർക്ക് നമുക്കിപ്പോ പോയി ജോലി ഒരേ ഒരു രാജാവ്. ഇവന്റെ ഒരു പടം കൂടെ കൊടുക്കണം. കൂലിപ്പണിക്ക് പോകുന്നവരുടെ ഇത് കാണണം. അവർക്ക് ഒരു ദിവസം കിട്ടുന്ന പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം കൂലിപ്പണിക്ക് പോകും. അതാ ഞാൻ പറയാ, പോകത്തില്ലല്ലോ, നമുക്ക് പോകാൻ പറ്റത്തില്ല. ഫാമിലി സ്റ്റാറ്റസ് അത് കളയാനും പറ്റില്ല. പൈസ കിട്ടണോ? നിനക്കൊരു 1200 ലക്ഷം കിട്ടും, നീ ഒരു കൂലിപ്പണിക്ക് 1000 രൂപ മിനിമം കിട്ടും. 30 ദിവസം പണിയെടുത്താൽ 30,000 രൂപയാ. ഒന്നും വേണ്ട, വീട്ടുപണിക്ക് പോയാൽ മതി. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടുജോലിക്ക് പോയി കിട്ടും. ഇവിടെ മറ്റേ നമ്മുടെ അച്ഛൻ്റെ അവിടെ അമ്മച്ചിയുടെ അവിടെ ഒക്കെ നിൽക്കാൻ വരുന്നവർക്ക് 20 രൂപയൊക്കെ മിനിമം. നമ്മള് വീട്ടിൽ ചെയ്യുന്ന അതേ ജോലി ചെയ്താൽ മതി. പക്ഷെ നമ്മളെന്നാ വീട്ടിലും കൂടെ ചെയ്യണം ആ ജോലി, വല്ലാതെ പോയി ചെയ്തിട്ട് വന്നിട്ട്
ഞാൻ ജോലിക്ക് പോയിട്ട് വീട്ടിലാണ്. ഞാൻ 2 വീട്ടിൽ പണിക്ക് പോകും. എന്നിട്ട് അതിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ മനസ്സിലായോ? അല്ല എന്നാ പിന്നെ ഒരെണ്ണം നിന്റെ വീട്ടിലെ പണി ഒരെണ്ണം അവിടുത്തെ പണി ചെയ്താൽ പോലെ. അല്ല കസ്തൂരിമാരുടെ 4 വീട്ടിൽ പണിക്കുന്നുണ്ട്. ടൈം മാനേജ്മെന്റ്. ഞാൻ വെളുപ്പിന് ഇടത് ഉറങ്ങുന്നത്. ഇന്ന് പണിയാത് നാളെ പോവാത്. അല്ല ഈ കാലത്ത് അങ്ങനൊക്കെ ജീവിച്ചേ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണി വരെ ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് വയ്യെന്ന് പറഞ്ഞവളാ. നടുവ് വയ്യാഞ്ഞിട്ട് ഇവിടെ ഒടിഞ്ഞു കൂത്തിയിരിക്കുന്നത് കണ്ടായിരുന്നു. അവളാ 4 വീട്ടിൽ പണിയെടുക്കുന്നത്. പക്ഷെ ഷാരോൺ ചേട്ടാ ആവശ്യം ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്, എനിക്ക് അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ച് മിഷനെ സംബന്ധിച്ച് നമുക്ക് ഇൻകം പിന്നെ ആവശ്യം വന്നപ്പോ ഞാൻ മുന്നിട്ടിറങ്ങിയാണ് വേറെ ജോലികൾ നോക്കിയത്. ഇനിയും ഞാൻ ചെയ്യാൻ റെഡിയാ. വയ്യ എന്ന് പറയുമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡി. എത്ര കഷ്ടപ്പെടാൻ. ഇതെല്ലാം നമുക്ക് ബാധ്യതകൾ കൂടിയതിന്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ബാധ്യതകൾ കൂട്ടുക. അല്ലാതെ നമ്മൾ ഒരെണ്ണം കൂടെ കൂടി ഓക്കെ അത്രയും കൂടെ വരുമാനം വന്നു അത് നമുക്ക് സേവിങ്സ് ആക്കാന്ന് നമുക്ക് വിചാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറില്ല ഒരിക്കലും. നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്ത് വെക്കുന്ന ബാധ്യതകളും അല്ല. എല്ലാത്തിനും